ഇന്ത്യ ഇന്ന് കളി ജയിച്ചുവെങ്കിലും വിരാട് കോഹ്ലിക്ക് വലിയ സന്തോഷമില്ല. കാരണം കോഹ്ലി ഫ്ലോപ്പായിരുന്നു. ഗോൾഡൻ ഡെക്കിലാണ് കോഹ്ലി ഇന്ന് പുറത്തായത്. കളിച്ച ആദ്യ ബോളിൽ തന്നെ കോഹ്ലി ഔട്ടായി. കോഹ്ലിക്ക് ഓപ്പണിംഗ് സെറ്റ് ആവുന്നില്ല. കഴിഞ്ഞ 3 മത്സരത്തിലും കോഹ്ലി ഓപ്പണിംഗിലാണ് ഇറങ്ങിയത്. 3 മാച്ചിൽ നിന്ന് ആകെ കൂടി 6 റൺസ് മാത്രമാണ് കോഹ്ലി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഇന്ന് USA കളി ജയിച്ച് കോഹ്ലി വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. USA ടീമിനെതിരെ ഇന്ത്യ വെള്ളം കുടിച്ചിട്ടാണ് കളി ജയിച്ചത്. ഇന്ന് ജയിച്ച ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഓപ്പണിംഗ് സെറ്റ് ആവുന്നില്ല. രോഹിത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇന്ന് ഓപ്പണിംഗിൽ കളിച്ചത്. 3 മാച്ചിൽ ഞാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എനിക്ക് ഈ പൊസിഷൻ നടക്കില്ല. അടുത്ത മാച്ചിൽ ഞാൻ 1 ഡൗണിലാണ് കളിക്കാൻ പോകുന്നത്. ഓപ്പണിംഗ് പൊസിഷൻ മറ്റൊരു താരത്തിന് കൊടുക്കണം. സഞ്ജു അല്ലെങ്കിൽ ജയ്സ്വാൾ, ഇവർക്ക് അടുത്ത മാച്ചിൽ അവസരം കൊടുക്കണം. രണ്ടുപേരും മികച്ചവരാണ്. സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ നേരത്തെ കളിച്ചിട്ടുണ്ട്. സന്നാ മത്സരത്തിൽ അവരാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണിംഗിൽ നിന്ന് മാറുകയാണ്. അടുത്ത കാനഡയ്ക്കെതിരെയുള്ള മാച്ചിൽ സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ കളിക്കട്ടെ. ഇന്നത്തെ മാച്ചിൽ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിരാശയിലാണ്. പക്ഷേ ടീം ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കളിക്കണം. അതുകൊണ്ട് ഞാൻ അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി. കോഹ്ലി കൂടി ഫോമായാൽ ഇന്ത്യൻ ആരാധകർ ഹാപ്പിയാണ്. ഇന്ത്യക്ക് മികച്ചൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. രോഹിത് ശർമ്മയ്ക്ക് കോഹ്ലിയുമായിട്ട് കളിക്കുമ്പോൾ നല്ല റൺസ് അടിക്കാൻ സാധിക്കുന്നില്ല. കോഹ്ലി പെട്ടെന്ന് ഔട്ടാവുമ്പോൾ രോഹിത് ശർമ്മയും ഔട്ടാവുകയാണ്. കോഹ്ലി 1 ഡൗണിൽ കളിച്ചാൽ മികച്ച റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും സഞ്ജുവും വരണമെന്നാണ് ആരാധകർ പറയുന്നത്. ഒരുപക്ഷെ അടുത്ത മാച്ചിൽ സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.